ഇന്ന് നമുക്കൊരു ഇല്യൂഷൻ വർക്ക് ചെയ്ത് നോക്കാം. ഇല്യൂഷൻ വർക്കൊന്നും പറയാനൊന്നും അറിയില്ല. ഒരു 3D ആർട്ട് പോലെ അല്ലെങ്കിൽ ഒരു സെക്ടാങ്കിൾ ആർട്ട് പോലെ ഒന്ന് വരച്ച് നോക്കാം. അതിനൊരു ഷീറ്റ് എടുക്കുക, അതിലേക്ക് ബോർഡറൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിലൊരു ഡോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഡോട്ടിൽ നിന്നും എല്ലാ കോർണറിലേക്കും 4 കോർണറിലേക്കും ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടഭാഗത്തും ഒരു കൃത്യം ഡിസ്റ്റൻസ് വിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കുക. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഏകദേശം തുല്യമായി വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ റൗണ്ട് വരച്ചു കൊടുക്കുക. കറക്റ്റ് സർക്കിളല്ല, ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ അതിൻ്റെ ആ വലിപ്പം അനുസരിച്ച് നമുക്കത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമല്ലോ സർക്കിളിൻ്റെ ഷേപ്പ്. അങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ബോറടിക്കാതെ ഇടയ്ക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ മൊബൈലൊക്കെ കളിക്കാതെയും ടി വിയൊക്കെ കാണാതെയും ഇതൊക്കെ വരയ്ക്കാൻ കൊടുത്താൽ അവർക്ക് നല്ല രസമായിരിക്കും, സമയം പൊക്കോളും. അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കും ആയിരിക്കും. ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണേൽ ചെയ്യാം. കുട്ടികൾക്കാകുമ്പോൾ നല്ല രസമാണ്. ഇത് കണ്ടു കഴിയുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കുട്ടികൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇനി ആ റൗണ്ടിൻ്റെ സർക്കിൾ വരച്ചതിൻ്റെ ഇടഭാഗത്ത് കുറച്ച് സ്പേസ് വരും, അവിടെയെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്ലാക്ക് കൊണ്ട് വരച്ചതുകൊണ്ട് ബ്ലാക്ക് തന്നെ ഫില്ല് ചെയ്യുന്നു. നമ്മൾ കളർ ഇട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആ കളർ കൊണ്ട് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ഓരോന്നിനും ഓരോ കളറോ എങ്ങനെ വേണേൽ കൊടുക്കാം, അത് ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച്. ഇപ്പോൾ ഇതേ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഇല്യൂഷൻ പോലെയൊക്കെ തോന്നുന്നില്ലേ, ഇങ്ങനെ സെൻറ്ററിലേക്ക് കുഴിഞ്ഞു പോകുന്ന അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലേ.